അപ്പം ഹറാമായ സമ്പാദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏതൊക്കെ വഴികളുണ്ടോ ആ വഴികളെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം. അത് അടക്കാനുള്ള ജാഗ്രതയും നമുക്കുണ്ടാവും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ബൈന യദൈ സാ അശ്റാത്തു സാഅത്ത് ഇങ്ങനെ പറയുന്നതിനിടയിൽ അന്ത്യനാളിന് മുമ്പ് സംഭവിക്കാൻ സാധ്യതയുള്ള ഭവിഷ്യത്തുകൾ എണ്ണി പറയുന്നു. അതിലൊരു കാര്യം പറയുന്നത് സിനൂന ഖദ്ദാ, മാരകമായ തട്ടിപ്പിൻ്റെ ഒരു കാലങ്ങളുണ്ടാവും. ഖദ്ദാ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വഞ്ചനല്ല, തട്ടിപ്പ് ഇങ്ങനെ ഒരു നോർമലൈസ് ചെയ്യണ കാലം, നേരാ ചൊവ്വ സമ്പാദിക്കാൻ കഴിയാത്ത അവസ്ഥ. അന്ന് എന്താണ് സംഭവിക്കുക? യുഹ്തമു ഫീഹൽ അമീൻ വയുക്തമനു ഫീഹൽ മുത്തഹിം. വിശ്വസ്തനായ ഒരാളെ ഒന്നിനും കൊള്ളാത്ത കാലം, ചതിയനും വഞ്ചകനും തട്ടിപ്പുകാരനുമായ ആളുകൾ കൂടുതൽ പരിഗണന കിട്ടുന്ന കാലം. അതാണ് ഖദ്ദാ എന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. അപ്പം ഇത് നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള സമ്പാദ്യങ്ങളുണ്ട്. കഴിഞ്ഞ സൂചിപ്പിച്ചതുപോലെ ഹറാമായ സമ്പാദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് കാര്യമുണ്ട്. ഹറാം സമ്പാദിക്കാൻ സാധ്യതയുള്ള, അല്ല നിക്ഷേപത്തിലൂടെ ഹറാമിലേക്ക് പോകാൻ സാധ്യതയുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്താൻ പാടില്ല. അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മൾ ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവണം. ഇപ്പം ഷെയർ മാർക്കറ്റിൽ ആളുകൾ നിക്ഷേപിക്കാറുണ്ട്. ഇപ്പം കമ്പനി നടത്തുന്ന ഉൽപ്പന്നങ്ങൾ, നമ്മൾ നിക്ഷേപിച്ച കമ്പനി, അതിൻ്റെ നിർമ്മാണം, സേവനങ്ങൾ, സർവീസ്, ഇതെല്ലാം ഇസ്ലാം അനുവദിച്ചതായിരിക്കണം, എങ്കിലത് ഹലാലാവും. ഇപ്പം കൃഷി, IT, വ്യവസായം അടിസ്ഥാനപരമായി ഹലാലാണ്, ഹറാമായതുണ്ട് എന്ന് മാത്രമേ. ലാഭവും നഷ്ടവും പങ്കുവെക്കാൻ കഴിയണം. അതൊരു കച്ചവടത്തിൻ്റെ ബേസാണ്. പൈസ കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഇഷ്ടം പോലെ കൊടുക്കും. പൈസ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ തമ്മിൽ ലഹളമുണ്ടാവും. കച്ചവടത്തിൻ്റെ ബേസ് എന്താണ്? എന്തിനാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്, ലാഭത്തിന് അതിന് പങ്കാളിയാവുന്നത് പോലെ തന്നെ നഷ്ടത്തിനും നമ്മൾ എന്ത് ചെയ്യണം? പങ്കാളികളാവണം.